സാലി മുഹമ്മദ് തയ്യാറായിട്ടുണ്ട്. സാലി, എങ്ങനെയാണ് ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് ഇപ്പോഴും ഉണ്ടോ? അവിടെ ഏത് തരത്തിലാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അഭിനു, പോളിംഗ് അവസാനിച്ച് 6 മണിക്ക് 2 ബൂത്തുകളിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ആളുകൾ ബാക്കിയുണ്ടായിരുന്നത് തളിയിലും തോണൂർക്കരയിലും. തോണൂർക്കര പൂർത്തിയായി, അവിടെ മെഷീനൊക്കെ അടച്ചു. ഇനി തളിയിലാണ് ഇപ്പോൾ സുജു നിൽക്കുന്ന ബൂത്തിൽ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. മണ്ഡലത്തിലെല്ലാം പോളിംഗ് പൂർത്തിയായി. ആ ഒറ്റ ബൂത്ത് 7 നമ്പർ ബൂത്തിൽ മാത്രം ആ പ്രതിസന്ധി ഉണ്ട്. അത് അല്പസമയത്തിനകം പൂർത്തിയാവും എന്ന് കരുതാം. അതോടുകൂടി പോളിംഗ് പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോഴാണ് ഒരു അന്തിമ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവസാനമായി തന്നിരിക്കുന്ന കണക്ക് 72.51%. പക്ഷേ അതൊരു 5:30 മുമ്പുള്ള 5:30 വരെയുള്ള എല്ലാ ബൂത്തുകളുടെ ഒരു കോർഡിനേറ്റഡ് ടാബുലേറ്റഡ് കണക്കായിരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 3-4% കൂടി വർദ്ധിച്ചേക്കാം. അപ്പോൾ ശരാശരി ഒരു 75-76% പോളിംഗ് ഒരു പക്ഷേ ഇവിടെ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു 75%. അതാണ് ഈ മണ്ഡലത്തിൻ്റെ ആകെ പോളിംഗ് ശതമാനമായി അന്തിമ കണക്കായി വരാൻ സാധ്യതയുള്ള ഒരു കണക്ക് എന്ന് നമുക്കിപ്പോൾ പറയാം. ഏതായാലും പോളിംഗ് ശതമാനത്തിൽ നേരിയ ഇടിവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അങ്ങനെയാണെങ്കിൽ ഉണ്ടാകും. കഴിഞ്ഞ തവണ 77.4 പോളിംഗ്. അതിന് മുൻപ് 2016 79.2. അതിനു മുമ്പ് 2011 76.52. 2006 74.2. അതായത് കഴിഞ്ഞ ഒരു 4 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഓരോ കണക്കും ഇങ്ങനെയാണ്. 74, അടുത്ത തെരഞ്ഞെടുപ്പ് 76, പിന്നീട് 79, ഒടുവിൽ 77, ഇപ്പോൾ ഒരു 75-ലേക്കൊക്കെ വന്നേക്കാം. അതായത് ശരാശരി ഒരു 75% ഈ മണ്ഡലത്തിൻ്റെ ഒരു പോളിംഗ് നേച്ചർ എന്ന് പറയുന്നത്. ആ നേച്ചറിൽ തന്നെ ഇത്തവണയും വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ഇനി പോളിംഗ് ശതമാനം വെച്ച് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിൽ ജയാപജയ സാധ്യതകൾ കണക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൽ ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നിർണായകമാണ്. ഈ മണ്ഡലം ഇടത് പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ളൊരു മണ്ഡലമാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി പറയണതാണ്. കഴിഞ്ഞ തവണ 39,500, UDF തരംഗം ആഞ്ഞടിച്ച ലോക്സഭയിൽ 5,200. ആ കണക്കൊക്കെ നിലനിൽക്കുക. അപ്പോൾ ഇത് ഇടതു മണ്ഡലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഇടതു മണ്ഡലത്തിലുണ്ടായ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ ആ 75 അല്ലെങ്കിൽ 76 എന്ന് പറയുന്ന ശതമാനത്തിൽ അത് ആർക്കാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക എന്ന് പരിശോധിച്ചാൽ LDF കൃത്യമായതിനൊരു കണക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്ന, അവർ നൽകിയിരുന്ന നിർദ്ദേശം, അവർ നടപ്പിലാക്കിയ നിർദ്ദേശം 11:30 മുമ്പ് മുഴുവൻ ഇടത് വോട്ടുകളും പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു വർക്കാണ് നടന്നത്. അങ്ങനെയാണ് ഉച്ചയ്ക്ക് മുമ്പായി 50%-ലേക്ക് പോളിംഗ് എത്താൻ കാരണം എന്നാണ് LDF പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. അത് ശരിയാണെങ്കിൽ LDF വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്തും എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അത് പോളിംഗ് ശതമാനം വെച്ച്. ഇനി പോളിംഗ് ശതമാനം ഏതൊക്കെ പഞ്ചായത്തുകളെ, ഏതൊക്കെ മേഖലകളെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരു 3-4 മണിവരെയുള്ള പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പറയുന്നത് 1 പാഞ്ഞാൾ, 2 ദേശമംഗലം, 3 ചെറുതുരുത്തി വള്ളത്തോൾ നഗർ. ആ 3 പഞ്ചായത്തുകളുടെയും രാഷ്ട്രീയ ഘടന ഒന്നൊന്നായി പരിശോധിക്കാം. ആദ്യം ചെറുതുരുത്തി വള്ളത്തോൾ നഗർ. ആ പഞ്ചായത്തിൽ 16 പഞ്ചായത്ത് അംഗങ്ങളാണുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ. ആ 16-ൽ 15 ഇടതുമുന്നണിയാണ് വിജയിച്ചത്. ഒന്നുള്ളത് NDAയ്ക്കാണ്. UDFന് ഒരൊറ്റ പഞ്ചായത്ത് അംഗങ്ങളില്ലാത്ത ഒരു ഇടത് കോട്ടയെന്ന് പറയാവുന്ന ചെറുതുരുത്തി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ആണ് കൂടുതൽ പോളിംഗ് നടന്ന ഒന്ന്. മറ്റൊന്ന് ദേശമംഗലമാണ്. ദേശമംഗലം LDF പഞ്ചായത്താണ്. അതിനേക്കാളുപരി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാധാന്യമുള്ളത് ദേശമംഗലം സ്വദേശിയാണ് ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപ്. സ്വന്തം നാട്ടിൽ സ്വാഭാവികമായി വോട്ട് വർധനവുണ്ടാവും. അത് 2016-ൽ പ്രദീപ് മത്സരിച്ചപ്പോഴും ദേശമംഗലം പ്രദീപിനൊപ്പം ഉറച്ചു നിന്നൊരു മേഖലയാണ്. അത് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, ആത്മബന്ധമുള്ള ഒരുപാട് മനുഷ്യരോട് ഉണ്ടാവും. രാഷ്ട്രീയത്തിനപ്പുറം വോട്ടും അറിയാൻ സാധ്യതയുണ്ട്. അതാണ് ഉയർന്ന പോളിംഗ് നടന്ന മറ്റൊരു പഞ്ചായത്ത്. സമാന രീതി തന്നെയാണ് പാഞ്ഞാളിൻ്റെയും. ഇനി കുറച്ച് പോളിംഗ് നടന്ന പഞ്ചായത്തുകളിലേക്ക് വന്നാൽ ഒന്ന് മുള്ളൂർക്കരയും മറ്റൊന്ന് ഈ മണ്ഡലത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ചേലക്കര പഞ്ചായത്തുമാണ്. ഈ രണ്ടിടത്തുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ ഉയർന്ന പോളിംഗ് നടന്ന പ്രദേശങ്ങൾ LDF പ്രദേശങ്ങളും കുറഞ്ഞ പോളിംഗ് നടന്ന പ്രദേശങ്ങൾ UDF പ്രദേശങ്ങളുമാണ് എന്ന ഒറ്റ വാചകത്തിൽ നമുക്ക് തരംതിരിക്കാം. അവിടെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ഉയർന്ന വിജയത്തിൻ്റെ അവകാശവാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനം വെച്ച് അവസാനമായും പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് കൂടി ലഭിച്ചാൽ നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള കണക്ക് പ്രകാരം ആ കണക്ക് നിലനിൽക്കുന്ന ഒരു കണക്കാണ് എന്നുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ LDF അവകാശപ്പെടുന്നത് 39,400 എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇത്തവണ മറികടക്കാൻ കഴിയും. അങ്ങനെ അതിനും ഉയർന്ന ഒരു ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നാണ് LDFിൻ്റെ കണക്ക്. UDFന് അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ പോളിങ്ങിന് മുമ്പ് വരെ നേരിയ ഒരു വിജയം അവർ പ്രതീക്ഷിച്ചിരുന്നു, നേരിയ വോട്ടിനൊരു വിജയം പോളിങ്ങിന് മുമ്പ് വരെ. പക്ഷേ പോളിങ്ങിൽ ആദ്യത്തെ ഉച്ചവരെയുള്ള പോളിംഗ് ബൂത്തിലെ സാഹചര്യം വിലയിരുത്തിയതിന് ശേഷം അവർ അക്കാര്യത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ മണ്ഡലം ഇക്കുറിയും LDFിനൊപ്പം നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. അതിൽ എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഭൂരിപക്ഷം കുറയ്ക്കാൻ UDFന് കഴിയുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ LDF അവകാശപ്പെടുന്നത് പോലെ കഴിഞ്ഞ തവണത്തേനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഫലം വരും. അപ്പോൾ ഈ അവകാശവാദങ്ങളിലേക്ക് അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. ഏതായാലും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ അല്പസമയത്തിനകം ലഭ്യമാകും. അദ്ദേഹം ബൂത്തുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ചേലക്കരയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രതികരണം എടുക്കും. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് അവസാന അവകാശവാദം എന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഏതായാലും LDF നേതൃത്വം ഒന്നാകെ പറയുന്നത് മികച്ച ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ്.